റിഫാക്ക് പറ്റിയ അവസ്ഥ അതിലൂടെ പറയാൻ പറ്റിയെങ്കിൽ, എൻ്റെ അനുഭവത്തിലൂടെ എന്തെങ്കിലും കിട്ടിയെങ്കിൽ അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പൊ തോന്നുന്നുണ്ടോ ഞാൻ അനുഭവിച്ചതുപോലെ തന്നെ എനിക്ക് റിഫ അനുഭവിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം ആയിരിക്കും. കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞിരുന്നെങ്കിൽ സഫയ്ക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നോ? അബദ്ധത്തിൽ എന്തെങ്കിലും പറ്റിയാലേ ഉള്ളൂ. മാനുള്ള സമയത്ത് കുറച്ചേരം ഒന്ന് കുട്ടീനെ കൊടുത്ത് ഒന്ന് നോക്കുന്ന പറഞ്ഞാൽ പറയും, നീ ഒറ്റക്കുള്ളപ്പോ നീ എന്താക്കല് കൊച്ചിനെ, അതുപോലെ തന്നെ അങ്ങനെ ചെയ്തു എന്ന് പറയും. കുട്ടിക്ക് ബാധിക്കും ഓർത്തിട്ട് എനിക്ക് ഏറ്റവും ടെൻഷൻ. കാരണം അത്രയും ടൈറ്റുള്ള ലോക്ക് തല്ലി പൊട്ടിച്ച് കയറണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ അടിയത്തെ കുറ്റി തുറന്ന് കയറാൻ പറ്റും. ആ ഒരു ചാറ്റ് കണ്ടപ്പോ തന്നെ മാനു ഫോൺ വാങ്ങിച്ചിട്ട് തെറിയൊക്കെ വിളിച്ചിട്ട്. സോഷ്യൽ മീഡിയ പറയുന്നുണ്ട് സഫയുടെ മൂന്നാമത്തെ ഒളിച്ചോട്ടമാണ് ഇത് എന്നുള്ള കാര്യം. അങ്ങനെ ഒരു കമന്റ് വരാൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു ചർച്ച വരാനുള്ള കാരണം എന്തായിരുന്നു? മൂന്നാമത്തെ ആണോ അല്ലെങ്കിൽ? അല്ല, ഫസ്റ്റത്തെ അറേഞ്ച് മാരേജ് ആയിരുന്നു. സെക്കൻഡ് ഇതുപോലെ ഒളിച്ചോട്ടല്ല, വീട്ടിൽ വന്ന് ചോദിച്ചു, പാപ്പിച്ച് നിക്കാഹ് ചെയ്തളഞ്ഞു. അതാണ് മെഹനു. ഇത് മൂന്നാമത്തത് എനിക്കറിയില്ല. മൂന്നാമത്തെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായതല്ല. ഇപ്പൊ പലരും പറയുന്നുണ്ട്, ഇപ്പൊ സഫ പറയുന്നു ഫ്ലാറ്റ് എടുത്തിട്ട് ആലുവയിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, എന്തുകൊണ്ട് വീട്ടിൽ പോയി നിൽക്കുന്നില്ല എന്നൊരു ചോദ്യം വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് വീട്ടിൽ പോയി നിൽക്കാത്തെ? വീട്ടിൽ പോയി അവരുടെ സങ്കടം കാണാൻ എനിക്ക് പറ്റില്ല. മീൻസ് ഇടയ്ക്കാണെങ്കിൽ ചിലപ്പോ ഉമ്മിച്ച് പറയുമല്ലോ, നിന്റെ അടുത്ത് ഞങ്ങൾ അന്ന് പറഞ്ഞതല്ലേ, അത് ഏതൊരു പറയും. പക്ഷെ എനിക്ക് അത് കേൾക്കുമ്പോഴായിരിക്കും എന്റെ മൈൻഡ് മീൻസ് ഡിപ്രസ്ഡ് ആവാ. ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാനാണോ പ്ലാന്? ഇപ്പോ പറയുകയാണെങ്കിൽ 23 വയസ്സേ ഉള്ളൂ, കുട്ടീനെ ചെറിയ കുട്ടിയാണ്, മോനാണ്. ആ മോനെ ഇട്ടിട്ട് ജോലിക്ക് പോകാൻ പറ്റില്ല, ആകെപ്പാടുള്ളത് വണ്ടി ഊബറിന് കൊടുത്തേക്കുന്നു എന്ന് മാത്രമാണ്. ആ ഒരു വരുമാനം കൊണ്ടിട്ട് കുട്ടീനെ നോക്കിട്ട് ആവൂല. പിന്നെ കേസും കാര്യങ്ങളും, ആരാ കൂടെ ഉള്ളത് ചെയ്യാനായിട്ട്, സഹായിക്കാനായിട്ട്? കൂടെ സഹായിക്കാൻ അങ്ങനെ വേറെ ആരുമില്ല. ഒറ്റയ്ക്ക് തന്നെയാണോ കേസിനും കാര്യങ്ങൾക്കൊക്കെ പോകുന്നത്? അപ്പൊ ഇത്തരത്തില് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഒരു സർക്കിൾ ഉണ്ടായിരുന്നു. അവരാരും ഇപ്പൊ കൂടെ ഇല്ല. ഇപ്പോ കുറച്ച് ഗേൾസ് ഫ്രണ്ട്സ് അല്ലാണ്ട് ബോയ്സ് അങ്ങനെ ഇപ്പൊ ആരുമില്ല കമ്പനി. നിങ്ങൾക്കൊരു കോമൺ ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ? ലൈക് സഫയ്ക്ക് മുന്നേ ഒരുപാട് ഉണ്ടായിരുന്നു. പിന്നെ ഈ മാനുവിന്റെ മാരേജിന് ശേഷം എല്ലാവരായിട്ടുള്ള കോണ്ടാക്ട് നിർത്തിയോണ്ട് നമ്മൾക്ക് മെസ്സേജ് അയക്കാനും വേറെ കാരണങ്ങളൊന്നുമില്ല. ഒരു വട്ടാട്ടെ തൻസീക്ക ഇതുപോലെ വീട് വേണമെന്ന് പറഞ്ഞു കൊച്ചിയിൽ ഷൂട്ടിന്. ആ ഒരു സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ കോണ്ടാക്ട് ആക്കി, എടാ ഒരു വീട് ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ ഒരു ചാറ്റ് കണ്ടപ്പോൾ തന്നെ മാനു ഫോൺ വാങ്ങിച്ചിട്ട് തെറിയൊക്കെ വിളിച്ചിട്ട് അവനെ ഇതിലേക്ക് ഇനി മെസ്സേജ് അയക്കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്പൊ ഇത്തരത്തിലൊരു ന്യൂസ് വന്നപ്പോ അതിനുശേഷം ലല്ലു കോണ്ടാക്ട് ചെയ്തു, കേസിന്റെ കാര്യങ്ങൾ ഒരുമിച്ച് പോവാന്നുള്ള കാര്യത്തിലേക്ക് ആയി. അപ്പൊ ലല്ലു എന്തുകൊണ്ടായിരിക്കും ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ പോലെ ഇടാത്തത്? ആദ്യം മുതലേ ഫസ്മിന് ഇടുന്ന വീഡിയോസ് ചെയ്യാറില്ല, പിന്നെ കേസായിട്ട് മുന്നോട്ട് പോകുന്നതല്ലേ അവരും, അതുകൊണ്ടായിരിക്കാം. സഫയ്ക്ക് ആരെങ്കിലും പേടിയുണ്ടോ? പേടിയൊന്നുമില്ല, ആരെയും പേടിയില്ല. മേനാസ് എന്തെങ്കിലും ചെയ്യും എന്നുള്ളൊരു അതുണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ട്. അങ്ങനെയുള്ള ഒരാളാണോ മേനസ്? ഈ അടുത്ത് മിനാന്നൊരു ഭീഷണി ഉണ്ടായിരുന്നു, അവളവിടെ ഒറ്റക്കല്ലേ, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കുട്ടിയായിട്ട് ഒറ്റയ്ക്കുള്ളതുകൊണ്ട് പേടി, കാരണം അത്രയും ടൈറ്റുള്ള ലോക്ക് തല്ലി പൊട്ടിച്ച് കയറണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ അടിയത്തെ കുറ്റി തുറന്ന് കയറാൻ പറ്റും. അതൊരു ടെൻഷൻ. കുട്ടിയുള്ളതുകൊണ്ട് ഏറ്റവും ടെൻഷൻ, കുട്ടിക്കൊന്നും ആവരുത്. മീൻസ് മാനു ദേഷ്യം വന്ന മാനു അല്ല, മാനു എന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ദേഷ്യം വന്ന ഞാനല്ല അതെന്ന്, ആ ദേഷ്യം കാണിക്കുന്നത്. അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും എടുത്ത് എറിഞ്ഞ എന്തെങ്കിലും അയക്കാനെ കുട്ടിക്ക് ബാധിക്കും എന്ന് ഓർത്തിട്ട് എനിക്ക് ഏറ്റവും ടെൻഷൻ. മോനിപ്പോ എത്ര വയസ്സായി? ഇപ്പൊ 8 മാസം. 8 മാസമുള്ള മോനെയും കൊണ്ടിട്ടാണ് ഒറ്റയ്ക്ക് ജീവിക്കാൻ? ഞാൻ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മീൻസ് മാനു ഊബർ ഓടിക്കാൻ പോകുമ്പോഴൊക്കെ രാവിലെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ നിൽക്കാറ്, അവന്റെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്കാണ് നോക്കാറ്. ഇപ്പൊ മാനു ഉള്ള സമയത്ത് കുറച്ചേരം ഒന്ന് കുട്ടീനെ കൊടുത്ത് ഒന്ന് നോക്കുന്ന പറഞ്ഞാൽ പറയും, നീ ഒറ്റയ്ക്കുള്ളപ്പോ നീ എന്താക്കല് കൊച്ചിനെ, അതുപോലെ തന്നെ അങ്ങനെ ചെയ്തു എന്ന് പറയും. മാനു ഉള്ളപ്പോഴും അങ്ങനെ ഹെൽപ്പ് ചെയ്ത് വന്ന് കുട്ടീനെ എടുക്കാറോ അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ടെല്ലാം ഞാൻ അഡ്ജസ്റ്റബിൾ ആണ്. ഞാൻ വ്ളോഗ് ഇടുമ്പോഴും രാവിലെ തൊട്ട് രാത്രി വരെ കുട്ടിയായിട്ട് ഒറ്റയ്ക്കുള്ളപ്പോ എല്ലാരും പറയും, മാനു ഉണ്ടായിട്ട് പോലും മാനു എന്തോന്ന് കൊച്ചിനെ എടുക്കാത്തെന്നൊക്കെ ചോദിക്കാറുണ്ട് ഒരുപാട് പേര്. അഡ്ജസ്റ്റബിൾ ആയി. ഈ നെഗറ്റീവ് കമന്റ് പറയുന്ന ആൾക്കാരോട് സഫയ്ക്ക് എന്താ പറയാനുള്ളത്? അവർക്ക് ഇപ്പൊ അതല്ലേ പറയാനും പറ്റുള്ളൂ. ഇപ്പൊ അത് ഓരോരുത്തർ പറയണനുസരിച്ചല്ലേ അവർക്കും. നമ്മളാണെങ്കിലും ഇപ്പൊ ഒരാളുടെ വീഡിയോ ഇന്നതുപോലെ നടന്നു എന്ന് പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കും. അതന്നെയാണ് ഇപ്പൊ എല്ലാവരുടെ അവസ്ഥ, മനുഷ്യന്മാരല്ലേ. ഇനി മുന്നോട്ട് എങ്ങനെ പോവാനാണ് സഫയുടെ പ്ലാന്? ഇനിയിപ്പൊ ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോട്ടെ. ഇപ്പൊ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ ഇവിടെ വരെ പോകുന്ന നോക്കാം. കുട്ടിയായിട്ട് തന്നെ നല്ല രീതിക്ക് മൈനാസിനെ കൊടുക്കാനുള്ളൊരു ലൈക്ക് ഇതിന്റെ സത്യാവസ്ഥ കൊടുക്കണം എന്നില്ല. എന്റെ ലൈഫിൽ എന്താണോ സത്യങ്ങൾ നടന്നിട്ടുള്ളത് അത് മാത്രം പറഞ്ഞുകൊണ്ട് അതിലെന്തെങ്കിലും റിഫാക്ക് പറ്റിയ അവസ്ഥ അതിലൂടെ പറയാൻ പറ്റിയെങ്കിൽ, എന്റെ അനുഭവത്തിലൂടെ എന്തെങ്കിലും കിട്ടിയെങ്കിൽ
അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പൊ തോന്നുന്നുണ്ടോ ഞാൻ അനുഭവിച്ചതുപോലെ തന്നെ എനിക്ക് റിഫ അനുഭവിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം ആയിരിക്കും. കാരണം മെന്റലി നമ്മൾ തളർന്നു പോയി കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞിരുന്നെങ്കിൽ സഫയ്ക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നോ? പക്ഷെ എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ ആ സൂസൈഡ് എന്ന് പറഞ്ഞെങ്കിൽ പേടിയാണ്. എനിക്ക് പേടിയാ സത്യം പറഞ്ഞെങ്കിൽ. അതുകൊണ്ട് അങ്ങനെ ചെയ്യൂലായിരിക്കാം. അബദ്ധത്തിൽ എന്തെങ്കിലും പറ്റിയാലേ ഉള്ളൂ, അല്ലാതെ ഞാൻ സൂസൈഡ് ഞാൻ ചെയ്യൂല. ഇല്ല.